പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയിൻ്റെത് അംഗീകരിച്ചു. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ആലിമ്യങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനൻ്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തൻ്റെ നേരെ ഡയറക്റ്റ്. അപ്പം അന്നൽക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരല്ലാത്തവരൊക്കെ ഉണ്ടാവും, അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ പൈസ കൊടുത്തു നിങ്ങൾ മഹല്ലത്തുകളിലൊക്കെ ആ ആദർശം പ്രചരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങൾ ആദ്യം തന്നെ ഭാഗമാകരുത്. അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ വേണ്ടതുപോലെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങൾ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയിൻ്റെത് അംഗീകരിച്ചു. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ആലിമ്യങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനൻ്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തൻ്റെ നേരെ ഡയറക്റ്റ്. അപ്പം അന്നൽക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉസ്താദന്മാരൊക്കെ ആ ബഹുമാനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അന്നൽക്കുള്ളൊരു ബഹുമാനമുണ്ട്. ആ നിലക്ക് ബഹുമാനിക്കണമെന്ന് ജനങ്ങളോടൊക്കെ എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പം തിരിച്ച് ഇങ്ങോട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും ആ നിലക്കുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്, സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെ കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം? ഒന്നല്ല, ഇന്ന 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്നാണ്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ല, എന്ത് എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരോ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെങ്കിലും പൈസ ഇട്ടലുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ടെന്നാണ്. അപ്പം ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരല്ലാത്തവരൊക്കെ ഉണ്ടാവും, അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തേക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വല്ലതുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ നമുക്കും പറയാനുള്ളത് അങ്ങനെ നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ സംഘടനയെ കാത്തു രക്ഷിക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പൂർണ്ണമായി ഇതൊരു ദീനിൻ്റെ സംഘടനയാണ്, ദീനിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക, നല്ല നിയ്യത്തോടുകൂടി പ്രവർത്തിക്കുക. സംഘടനയുടെ 100-ാം വാർഷികം അതൊരു സംഭവമാക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഹല്ലത്തുകളിലും അതിൻ്റെ സന്ദേശം അറിയിക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലക്ക് ആ സന്ദേശമൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ഈ സംഘടന എല്ലാ നിലക്കും വളർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന്